ഗൈസ്, ഫിഷിങ്ങിന് പോകുന്ന വഴിയുള്ള ചായക്കടയിലെ നമ്മൾ സ്ഥിരം കാണാറുള്ള പൂച്ചസാറാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇവനെ കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, മീൻ പിടിക്കാൻ അഗ്രഗണ്യന്മാരായ പൂച്ചകളെ ഒരു നൂലിന്റെ അറ്റത്ത് കെട്ടി വെള്ളത്തിലേക്ക് ഇറക്കി വിട്ടാൽ എങ്ങനെയിരിക്കും. എന്നാൽ ഇതിനൊരു മറുപടിയായി മിസ്റ്റർ കാറ്റ് എന്ന പേരിൽ ബ്രാവോ ഒരു പുതിയ ഫ്രോഗ്ലൂർ ഇറക്കിയിരിക്കുകയാണ് കേട്ടോ. കണ്ടാൽ സാധനം ക്യൂട്ട് എന്ന് പറഞ്ഞാൽ പൂച്ചയെ പോലെ തന്നെ അത്രയ്ക്ക് ക്യൂട്ടാണ്. ഇനി ഇത് ലുക്ക് മാത്രമേ ഉള്ളൂ അതോ വർക്കും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതുമായി നമ്മൾ ഇന്ന് കാസ്റ്റിംഗിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ആദ്യത്തെ കാസ്റ്റിംഗിൽ തന്നെ ഫ്രോഗ് എറിഞ്ഞിട്ട് വലിച്ചു നോക്കുമ്പോൾ ഫ്രോഗിന്റെ മൂവ്മെന്റ് ആയാലും സ്പിന്നറിന്റെ സൗണ്ട് ആയാലും സംഭവം പക്കയാണ്. അവസാനം വലിച്ച് ഫ്രോഗിന്റെ അടുത്തെത്തി ഫ്രോഗിനെ പൊക്കിയെടുക്കാൻ തുടങ്ങുമ്പോഴതാ എവിടെ നിന്നോ ഒരു ചെറുമീൻ ഓടി വന്ന ഒരു ഒറ്റയടി അടിച്ച അടിയിൽ കൊടുത്ത വെട്ടിപ്പിൽ മീനിനെ തൂക്കിയെടുത്ത് കരയിൽ വിട്ടു. സത്യത്തിൽ ഒരു ഫൈറ്റ് ബഹളമോ ഒച്ചോ അനക്കോ ഇല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് മീൻ ഇനി കരക്കെത്തി കേട്ടോ. എന്തായാലും നമുക്ക് വേണ്ടത് ഇതുപോലൊരു എടുപിടി എന്നുള്ള ക്യാച്ചല്ല. മീൻ അടിച്ച് കുറച്ചു നേരം അവന്റെ ഫൈറ്റ് എൻജോയ് ചെയ്ത് പൊക്കിയെടുത്ത് കരക്കിടുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞുള്ള കാസ്റ്റിംഗിൽ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു സ്ട്രൈക്ക് നമുക്ക് കിട്ടി കേട്ടോ. ഫ്രോഗിൽ സ്ട്രൈക്ക് ചെയ്ത് ഹുക്കപ്പ് കൊടുത്ത ശേഷം ആശാൻ നേരെ ഓടി അടുത്തുള്ള ചപ്പിന്റെയും കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് ഒരു ഒറ്റ കയറൽ. നമ്മുടെ പൂച്ച ഫ്രോഗിന്റെ ഹുക്കപ്പ് അടിപൊളി ആയതുകൊണ്ട് തന്നെ ആശാനെ നമ്മൾ അതിനിടയ്ക്ക് നിന്നും തൂക്കിയെടുത്ത് കരയിലേക്ക് ഇട്ടിട്ടുണ്ട്. സത്യത്തിൽ മീനിന്റെ വായിൽ നമ്മുടെ ഫ്രോഗ് പൂച്ച പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു പിടി തന്നെയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രോഗ് കൊണ്ട് ഫിഷിംഗിന് ഇറങ്ങുന്നെങ്കിലും കിട്ടിയ സ്ട്രൈക്ക് രണ്ടും മിസ് ആവാതെ കരക്ക് കയറിയിട്ടുണ്ട്. 385 രൂപ വില വരുന്ന ഈ ഒരു ഫ്രോഗിന്റെ പല കളേഴ്സ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. കിട്ടിയ മീനുകളെ ചാക്കിലാക്കി മറുകരയിലേക്ക് നോക്കുമ്പോഴാണ് ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് കണ്ടുകൊണ്ട് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബർ കൂട്ടന്മാരും മറുകരയിൽ നിൽക്കുവാണ്. എന്തായാലും മിസ്റ്റർ കാറ്റിനെ കൊണ്ട് വന്ന ദിവസം ഒട്ടും മോശമായില്ല കേട്ടോ.